ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഈ പൂക്കൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇതാണ് നമ്മുടെ വിൻഗ റോസ്. അപ്പോൾ വിൻഗ റോസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വിൻഗ റോസിനെ നല്ല ഭംഗിയിൽ നിത്യ കല്യാണി എന്ന് പറയും. എന്നും എപ്പോഴും പൂക്കൾ തരുന്ന, നിത്യമായിട്ട് പൂ തരുന്ന ഒരു ചെടി തന്നെയാണ്. അപ്പോൾ ആ പേര് നല്ല അന്വർത്ഥമാണ്. പക്ഷേ ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, ശവനാറി ചെടി എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, എന്താ ഈ ചെടിക്ക് ഇത്രയും ഭംഗിയുള്ള, ദിവസവും പൂവ് തരുന്ന ഈ ചെടികൾക്ക് അങ്ങനെ പേരിട്ടേക്കുന്നത് വിചാരിക്കില്ലേ. ഇതിൻ്റെ ഇലകൾ നമ്മളിങ്ങനെ എടുത്തൊന്ന് ഞെരടി നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒന്ന് ഇങ്ങനെ തിരുമ്മി നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു വല്ലാത്തൊരു മണമുണ്ട്. പക്ഷേ ഈ ഹൈബ്രിഡ് ചെടികൾക്ക് അത്രയില്ല. പക്ഷെ നാടൻ ചെടികൾ നമ്മളെടുത്ത് ഇങ്ങനെ ഞെരടി നോക്കിയാൽ നല്ല മണം, ഒരു ചെറുതായിട്ടൊരു ഇഷ്ടപ്പെടാത്ത മണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും പണ്ടുള്ളവർ അതിനെ ശവനാറി ചെടി എന്ന് വിളിച്ചിട്ടുണ്ടാവുക. പണ്ട് ആരുടെ ഒരു പരിചരണവും ഇല്ലാണ്ട് ഒത്തിരി ആൾക്കാരൊന്നും അതിനെ ഇതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറയാതെ നമ്മുടെ വീട്ട് മുറ്റത്തും കാടുകളിലും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ആരോടും പരാതിയില്ലാതെ വളർന്നു വന്ന ചെടിയായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വിചാരിക്കും ഇങ്ങനെ കണ്ടോ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വിൻഗ ഹാങ്ങിങ് റോസാണ്. വിൻഗയുടെ ഹാങ്ങിങ് ടൈപ്പ് ഹൈബ്രിഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വിത്ത് വാങ്ങിയിട്ട് മുളപ്പിച്ചാണ്. കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ. കണ്ടോ വെള്ള കളറ്, ഇതൊരു നല്ലൊരു പിങ്കാട്ടോ, ഡാർക്ക് പിങ്ക്. ഇത് കുറച്ചൊരു വൈറ്റ്, ഇതൊരു നല്ല പിങ്കാണ്. പിങ്കിൻ്റെ സെൻറ്ററിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതും ഇതുവരെ പൂത്തിട്ടില്ല. അപ്പോൾ അതിങ്ങനെ നമ്മൾ മുളപ്പിച്ച് ഇതുണ്ട്. ഇവിടെ ഒരു തൈയുണ്ട്, അത് ഇതേ സെയിം കളർ തന്നെയാണ്. കണ്ടോ ഈ പൂ. അപ്പോൾ രണ്ടെണ്ണം ഒരേപോലത്തെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെടികളെ ഇവർ ഒരേ ചട്ടിയിലിരിക്കുമ്പോൾ ഇങ്ങനെ തല്ല് കൂടിയിട്ട് അധികം വളരാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ചെടികളെ നമ്മൾക്ക് വേറൊരു പോട്ടിലോട്ട്, ഓരോ പോട്ടിലേക്കും മാറ്റി വയ്ക്കാൻ പോവാണ്. അതിനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ, എങ്ങനെ മാറ്റി വയ്ക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ആവശ്യമുള്ള മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എത്ര പോട്ടിൽ വേണോ അതിനനുസരിച്ച് അളന്ന് നമ്മളൊരു ചാക്കിലോട്ട് ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പിടി എല്ലുപൊടി ഇടുകയാണ്. കണ്ടോ എല്ലുപൊടി, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ എല്ലുപൊടി ഒറ്റപ്പിടി ഇടുന്നുള്ള. ഇത് നമ്മുടെ ബൊക്കാഷി ബക്കറ്റിൽ നിന്ന് കിട്ടിയ, നമ്മൾ പറഞ്ഞില്ലേ, അതിൽ ഉണ്ടാക്കിയെടുത്ത ജൈവ വളമാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറി വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വളം ചേർക്കുവാണ്. മുട്ടത്തോടൊക്കെ നല്ല അലിഞ്ഞ് ചേർന്നിട്ടില്ല കണ്ടോ, നമ്മൾ പൊടിക്കാതെ അങ്ങനെ ഇടുക ചെയ്തത്. അപ്പോൾ അതൊക്കെ അങ്ങനെ പൊടിഞ്ഞു പോയിക്കോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് ചാണകപ്പൊടി. നമ്മുടെ അടുത്ത് ചാണകപ്പൊടി ഇല്ല, അപ്പോൾ കുറച്ചുള്ളൂ, ഒരു പിടി ചാണകപ്പൊടി. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചെടികൾ നടുന്ന സമയത്ത് നമ്മൾ ഒത്തിരി കുത്തി നിറച്ച് വളങ്ങൾ ഇടണമെന്നില്ല. നമ്മൾ ചെടി പിടിച്ചൊക്കെ കിട്ടിയതിന് ശേഷം മെല്ലെ മെല്ലെ നമ്മൾ എപ്പോഴും ചെടികൾക്ക് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴൊക്കെ വളം ചെയ്യുമല്ലോ. അപ്പോൾ ആ വളം ചെയ്യണതിന് സമയത്ത് അതിനാവശ്യമായ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം, എല്ലാ ഭാഗത്തുനിന്നും ഒന്നാക്കിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ 3 പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 ഹാങ്ങിങ് പോട്ടിന് പറ്റിയ പോട്ടാട്ടോ. നമ്മൾ അല്ലാണ്ട് നിലത്ത് വെക്കുകയും ചെയ്യാം, ഹാങ്ങിങ് പോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നോർമൽ കേട്ടോ, 7 ഇഞ്ചോ 6 ഇഞ്ചോ ആയിട്ടുള്ള പോട്ടാണ്. അപ്പം ഇത് 2 എണ്ണം ഉള്ളൂ. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് പിന്നെ ഇതിലോട്ട് പിടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഹാങ്ങിലേക്ക് മാറ്റി അതിൻ്റെ തണ്ടൊക്കെ ഒടിച്ച് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ ഇതിലോട്ടാണ്, ഇതിൽ വേണ്ടോ വെള്ളം ഡ്രെയിനേജ് ഹോളൊക്കെ ഉണ്ട്. ചെറിയ ഹോളാണ്, അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ എന്താ പറയുക, നമ്മൾ ചട്ടിയുടെ കഷ്ണങ്ങളൊക്കെ വെക്കാറില്ലേ, ഓടിൻ്റെ കഷ്ണം, ചട്ടിയുടെ പൊട്ടിയ കഷ്ണങ്ങളൊക്കെ വെക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ മണ്ണിടാൻ പോവാണ് കേട്ടോ. മണ്ണ് ഇടയിൽ കൂടെ ഒന്നും പോവില്ല, പക്ഷെ അത്യാവശ്യം വെള്ളം പോവുകയും ചെയ്യും. ഹോളൊക്കെ നന്നായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെടി ഇവിടെയാണുള്ളത്. ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാൻ കിട്ടുന്നില്ല, അപ്പോൾ ഞാൻ ഈ സൈഡൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡ് ഇളക്കിയിട്ട് ഇനി ഇതിങ്ങനെ കമിഴ്ത്തിയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കമിഴ്ത്തി എടുക്കാൻ പോകട്ടെ. ഇങ്ങനെ
ഇതിൽ പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് പൊട്ടിപ്പോവാൻ വേണ്ടിയിട്ട് പേടിച്ചിട്ടാണ് ഞാൻ ഓരോന്നായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ തട്ടിക്കൊടുത്താൽ വന്നോളൂ കേട്ടോ. സിമ്പിളായിട്ട് വന്നു കേട്ടോ. ഇതുണ്ടോ നിറയെ വേരുകൾ. വേരെങ്ങനെ അറിയാം, നമ്മൾ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് കണ്ടോ ടൈൽസിൻ്റെ പൊട്ടൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ താഴ്ഭാഗത്ത് കൂടെ ഒക്കെ വേര് വന്ന് കണ്ടോ. ഇതെല്ലാം ഈ 5 ചെടിയുടെ വേരാണ് കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ മെല്ലെ ഇത് വേര് പൊട്ടാതെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഈ ഭാഗത്തുനിന്ന് കണ്ടോ മണ്ണിങ്ങനെ എടുക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ ഈസിയായി വന്നു. കണ്ടോ ഒരു ചെടി കിട്ടിയിട്ടോ. ഇവിടെ വെച്ചു. ഇത് രണ്ടാമത്തെ ഒരു ഇത്തിരി വലിയ ചെടിയാണ്. സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. ഇവിടെ ഒരു ചെറിയ ചെടിയുണ്ട്, അതിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഇത് രണ്ടും കണ്ടോ സെപ്പറേറ്റ് ആയേക്കണത്. അവിടെ നിന്ന് നമ്മളിങ്ങനെ പിടിച്ചെടുത്താൽ മതി. കണ്ടോ അതിൻ്റെ താഴെ കണ്ടോ നമ്മൾ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് വെച്ച ഓടിൻ്റെ കഷ്ണമൊക്കെയാണ്. ഇത് ചകിരിയുടെ തൊണ്ടാണ് കേട്ടോ. വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടേ ഇടയിൽ വെച്ചായിരുന്നാണ്. കണ്ടോ ഇതെല്ലാം ഓരോ ചട്ടിയിൽ നമ്മളിപ്പോൾ 3 എണ്ണമാണ് റെഡിയാക്കിയേക്കുന്നത്. വേറെ ബാക്കി ഒന്നിപ്പോൾ നമ്മൾ ഓൾറെഡി ഇരുന്ന പാത്രത്തിൽ ഒന്ന് സെറ്റ് ചെയ്യാം. ഒന്ന് വേറെ ഒരു ഇതിലും കൂടെ ചെറുതൊന്നുണ്ട്, അത് വേറെ ഒന്നും കൂടെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രത്തിലോട്ട് കുറച്ച് മണ്ണിടാം. കാരണം നമ്മളത് ഓൾറെഡി ഉള്ളതിൽ ഇച്ചിരി മണ്ണ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഇട്ടിട്ട് പിന്നെ ആ ചെടി വെച്ചതിന് ശേഷം ബാക്കി മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കണ്ടോ ആ മണ്ണായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി ബാക്കി മണ്ണിട്ടിട്ട് നിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടോ ഓരോ ചെടി 5 ചെടി ഓരോ പോട്ടിലാക്കി കേട്ടോ. കണ്ടോ ഇപ്പം നോക്കിയാൽ നമ്മൾ ആ ചെറിയ പോട്ടിലിരുന്ന ചെടി പോലെയാണോ? ഒത്തിരി ചെടി ഉള്ള പോലെ തോന്നുന്നില്ലേ? അപ്പോൾ ഇനി ഇത് 1-2 ആഴ്ച കഴിഞ്ഞ് വേരൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതേപോലെ ബുഷിയാവും കേട്ടോ. എല്ലാം അത് ഇതേപോലെ ബുഷിയായിട്ട് പൂക്കളൊക്കെ ഇടാൻ തുടങ്ങും. അപ്പോൾ ഞാൻ അപ്ഡേറ്റൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം വെയിലായതുകൊണ്ട് ഇലയിലേക്കും ചേർന്ന് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒഴിച്ചും കൊടുക്കും കേട്ടോ. എല്ലാവർക്കും എന്താ വെച്ചാൽ ഇത് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തണലത്ത് തന്നെ ചെറുതായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന തണലത്ത് വെക്കണം കേട്ടോ. അല്ലാതെ വീട്ടിൻ്റെ ഉള്ളിലോട്ടോ അങ്ങനെയൊക്കെ കയറ്റി വെച്ചിട്ട് ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ല നനച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ല നനച്ച് കൊടുക്കും കേട്ടോ. നനച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ ഒരു 2 ആഴ്ചയോളം നമ്മുടെ തണലത്ത് വെക്കാൻ പോവുകയാണ്. വെച്ചിട്ട് നമുക്കറിയാമല്ലോ പുതിയ ഇലകളൊക്കെ വന്ന് കഴിയുമ്പോൾ അത് വേര് പിടിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ നല്ല ഹെൽത്തി ആയതിന് ശേഷം, കാരണം ഇപ്പോൾ നല്ല വെയിലല്ലേ, അപ്പോൾ ഹെൽത്തി ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെറിയൊരു ഷെയ്ഡ് വെയിൽ ഇടയ്ക്ക് കുറച്ച് നേരം മാത്രം വെയിൽ തട്ടുന്നിടത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഫുൾ വെയിലത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല വെയിൽ വേണ്ടതാണ്, കാരണം അപ്പോഴാണിത് നല്ല വെയിലിരുന്നായിരുന്നതാണ്, അതാണ് ഇത്രയും നല്ല പൂവിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം നിത്യ കല്യാണി എപ്പോഴും നമ്മളെ സന്തോഷപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ, കാരണം എപ്പോഴും പൂക്കൾ തരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെ വേണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ. ബൈ.